അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പ്രശംസനീയമായ കാര്യങ്ങൾ കാണുമ്പോൾ പുകഴ്ത്തുക എന്നത് സാധാരണയാണ്. പുകഴ്ത്തുമ്പോഴും പുകഴ്ത്തപ്പെടുമ്പോഴും നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമാണ്. അനന്തരഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാത്ത സംസാരങ്ങൾ വരുത്തിവെക്കുന്ന വിന അത് വളരെ വലുതാണെന്ന ബോധ്യം മനസ്സിൽ പാകിയ നാം പലപ്പോഴും മറ്റുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും അവരുടെ വിഷയങ്ങളിൽ നാം വ്യാപൃതരാകുമ്പോഴും ഈ ബോധ്യം നഷ്ടപ്പെട്ടവരായി നാം അശ്രദ്ധ കാണിക്കാറുണ്ട്. നാം മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോഴും മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തുമ്പോഴും എന്താണ് അതിന്റെ ഇസ്ലാമിക വശം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അഥവാ നാം മറ്റൊരാളെ പുകഴ്ത്തുമ്പോഴും മറ്റൊരാൾ നമ്മെ പുകഴ്ത്തുമ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ 5ഓളം മര്യാദകളെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, മാ യഖൂലുൽ മുസ്ലിമു ഇദാ മദഹഹു അഹദുൻ, അഥവാ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് മറ്റൊരാൾ നമ്മെ പുകഴ്ത്തുമ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അദി ഇബ്നു അർതഅ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ സ്വീകരിച്ചിരുന്ന ആ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കാന റജുലു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സുക്കിയ, അഥവാ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വഹാബി അദ്ദേഹം പുകഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുവേ ഇക്കൂട്ടർ പറയുന്നത് പോലെ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവേ നീ എന്നെ പിടികൂടല്ല. വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ, അല്ലാഹുവേ അവർക്കറിയാത്ത ഈ കാര്യങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ സ്വഹാബിമാർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നാമും പുകഴ്ത്തപ്പെടുമ്പോൾ, മറ്റുള്ള ആളുകൾ നമ്മെ പുകഴ്ത്തുമ്പോൾ ഈ പ്രാർത്ഥന നാമും നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ. രണ്ടാമത്തെ കാര്യം, അദ്മുൽ മുബാലഗ, മറ്റുള്ള ആളുകളെ പുകഴ്ത്തുമ്പോൾ അതിര് കവിയാതിരിക്കുക എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ വഇൻദഹ ഇംറഅത്തുൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കടന്നു വരികയാണ്. ആ സമയത്ത് അവിടെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, മൻ ഹാദിഹി, ആരാണ് ഇത്? അപ്പോൾ അവർ പറഞ്ഞു, ഫുലാന തദ്കുറു മിൻ സ്വലാത്തിഹ, അഥവാ അത് ഇന്നാലിന്ന വ്യക്തിയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്വം പറഞ്ഞു കൊടുത്തു. അവർ ഭയങ്കരമായി നമസ്കരിക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ അവരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മതിയാക്കൂ, നിർത്തൂ, അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സത്യം, നിങ്ങൾ മടുക്കുന്നത് വരെ അല്ലാഹുവും മടുക്കുകയില്ല, അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതായിരിക്കും എന്നാണ്. അഥവാ ആ സ്ത്രീയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ അവസാനിപ്പിക്കൂ, ഇനിയും ഇങ്ങനെ മഹത്വം പറയേണ്ടതില്ല, അവർക്ക് കഴിയുന്നത് അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വകാന അഹബ്ബദ്ദീൻ ഇലൈഹി മാ ദാവമ അലൈഹി സാഹിബുഹു, അഥവാ എന്നിട്ട് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണെങ്കിലും തുടർച്ചയായി ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ള ആളുകളുടെ ഇബാദത്തുകളാകട്ടെ അവരുടെ മറ്റ് എന്ത് കാര്യമാകട്ടെ ഇങ്ങനെ പറഞ്ഞ് അത് അധികരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ പറയുന്നത്? ഇയ്യാകും വത്തമാദുഹ്, നിങ്ങൾ പരസ്പരം പുകഴ്ത്തുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹു അസ്സബഹു, അതൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു അറവാണ്, അല്ലെങ്കിൽ നാം പരസ്പരം അറക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അഥവാ വിഷയത്തിന്റെ ഗൗരവം ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അബൂ മൂസാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരിക്കൽ ഒരു വ്യക്തി മറ്റൊരാളെ പുകഴ്ത്തുന്നതായിക്കൊണ്ട് കേൾക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അഹ്ലക്തും, നിങ്ങൾ നശിച്ചിരിക്കുന്നു, ഔ ഖതഅതും ദഹ്റർ റജുൽ, അതല്ലെങ്കിൽ നിങ്ങളിതാ ആ മനുഷ്യന്റെ മുതുകിനെ വെട്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അതിരു കവിയാൻ പാടില്ല. ഉള്ള കാര്യങ്ങൾ പറയാൻ അനുവാദമുണ്ട്, പക്ഷേ അത് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലോ പുകഴ്ത്തപ്പെടുന്നവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലോ ഒന്നും ആയിരിക്കുവാൻ പാടില്ല എന്നും ഉള്ളതിനപ്പുറം പറയരുത് എന്നുമുള്ള ആ ഒരു നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, التوسط بدلا من التزكية المطلقة بدلا كأن تقول أحسبه كذا وكذا. അഥവാ ഒരു വ്യക്തിയെ പുകഴ്ത്തുകയാണെങ്കിൽ നിരുപാധികം എല്ലാവരിലുമുള്ള വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അയാളെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. അതല്ലാത്ത പുകഴ്ത്തപ്പെടുവാൻ അർഹതയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നോ രണ്ടോ വാക്കുകളിൽ ചുരുക്കുക എന്നതിലപ്പുറം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ആ മനുഷ്യനെ കൊണ്ട്, അഥവാ പുകഴ്ത്തപ്പെടുന്ന മനുഷ്യനെ കൊണ്ട് നിർത്തൂ, മതിയാക്കൂ എന്ന് പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്ർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, അസ്നാ റജുലുൻ അലാ റജുലിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച് പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, ഖതഅത ഉനക സാഹിബിക, നിന്റെ ഈ സഹോദരന്റെ കഴുത്ത് നീ ഖണ്ഡിച്ചു കളഞ്ഞിരിക്കുന്നു, ഖതഅത ഉനക സാഹിബക എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, മൻ കാന മിൻകും മാദിഹൻ അഖാഹു ലാ മഹാലത ഫൽയഖുൽ അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദൻ അഹ്സിബുഹു കദാ വകദാ ഇൻ കാന യഅലമു ദാലിക മിൻഹു. അഥവാ ഏതൊരു വ്യക്തിയെ നിങ്ങൾ പുകഴ്ത്തുകയാണെങ്കിലും അയാളെ കൊണ്ട് മതിയാക്കൂ എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ അയാളെ സംബന്ധിച്ച് അയാളിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുവാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലാത്ത കാര്യങ്ങളും ചേർത്ത് പറയുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതേപോലെ തന്നെ അയാളെ കുറിച്ച് നിനക്ക് അറിയാവുന്നത് മാത്രമേ പറയാവൂ. മറ്റൊരു വ്യക്തിയിൽ നിന്നും കേട്ടത് ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുക എന്നത് ഒരിക്കലും തന്നെ ശരിയായ രീതിയല്ല എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാളെ ഇരുത്തി പുകഴ്ത്തുമ്പോൾ അയാളിൽ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് പ്രചോദനമാകുമെങ്കിൽ അത് സൂചിപ്പിക്കാവുന്നതാണ്. പക്ഷേ ആ വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അയാളെ പുകഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന രീതി അതൊരിക്കലും തന്നെ അനുവദിക്കപ്പെട്ടതായിരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം, അസ്സദഖു വതജന്നബുൽ കദിബ് യജിബു അൻ യതജന്നബൽ മാദിഹു അൽ മുബാലഗത ഔ ഖൗല മാ ലൈസ ഫീഹി. അഥവാ മറ്റൊരാളെ പുകഴ്ത്തുന്ന വേളയിൽ സത്യസന്ധത പുലർത്തുക എന്നത് അനിവാര്യമാണ്. കളവായുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ പറയാതിരിക്കട്ടെ. നിർബന്ധമായും മുബാലഗത്തില്ലാതെ, അതിര് കവിയാതെ, അയാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ മാന്യമായി കൊണ്ടായിരിക്കണം അയാളെ പുകഴ്ത്തേണ്ടത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടം കൂടിയിരിക്കുന്ന വേളയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ വേണ്ടി ആ കൂട്ടത്തിലുള്ള മറ്റൊരു സഹോദരനെ സംബന്ധിച്ച് പരാമർശിക്കുകയും അയാളിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ കൂട്ടിക്കലർത്തി ആ സംഘത്തിനിടയിൽ പരാമർശിക്കുകയും ചെയ്തുകൊണ്ട് അയാളെ പുകഴ്ത്തി അയാളെ ഇല്ലാതാക്കുന്ന അവസ്ഥ ഒരിക്കലും തന്നെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരെ പരാമർശം നടത്തിയതായി കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈലുൻ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബ് ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു വൈലുൻ ലഹു. സംഘം ചേർന്നിരിക്കുന്ന വേളയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ വേണ്ടി സംസാരത്തിൽ കള്ളം കൂട്ടിച്ചേർക്കുന്ന ഏതൊരു മനുഷ്യനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചതായി കാണുവാൻ സാധിക്കും. 3 തവണ റസൂൽ കരീം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഗൗരവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അഥവാ സംസാരത്തിൽ കള്ളം ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ സംതൃപ്തി പകരുവാൻ, അല്ലെങ്കിൽ കൂട്ടം കൂടിയിരുന്നൊന്ന് ചിരിക്കുവാൻ, തമാശിക്കുവാൻ ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ
അത് വളരെ ഗൗരവമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടം ചേർന്ന് ഒരുവനെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ അവനെ പ്രയാസത്തിലാഴ്ത്തുന്ന അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല. ശക്തമായുള്ള രീതിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വിലക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം ഹസ്വത്ത് തുറാബ് ഫീ വുജൂഹിൽ മാദിഹീൻ, അതിരുവിട്ട് പുകഴ്ത്തുന്നവന്റെ മുഖത്ത് മണ്ണ് വാരിയിട്ട് കൊള്ളട്ടെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. അഥവാ ഈ ഒരു പ്രവൃത്തി അത് അതേ രൂപത്തിൽ ചെയ്യുവാനല്ല, മറിച്ച് ആ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ മഅ്മർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അമീർമാരിക്കുന്നതിനിടയിൽ, നേതാക്കന്മാരിക്കുന്നതിനിടയിൽ ഒരു നേതാവിനെ മാത്രം ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. ആ സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു യഹ്സി അലൈഹി തുറാബ്, അയാളുടെ മേലിലേക്ക് മണ്ണ് വാരി എറിയുകയാണ്. അഥവാ പുകഴ്ത്തുന്ന മനുഷ്യന്റെ മേത്തേക്ക് മണ്ണ് വാരി എറിയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഹ്സിയ ഫീ വുജൂഹിൽ മാദിഹീന അത്തുറാബ്, അഥവാ ഇത്തരത്തിൽ അതിര് വിട്ടുകൊണ്ട് പുകഴ്ത്തുന്ന ആളുകളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമീർമാരുടെ കൂട്ടത്തിൽ ഒരു അമീറിനെ മാത്രം പുകഴ്ത്തുമ്പോൾ അത് സ്വാഭാവികമായും സാധാരണ വ്യക്തികളെ പുകഴ്ത്തുന്നതിനേക്കാൾ അപ്പുറം അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുക. അതും അതിരുവിട്ട് പുകഴ്ത്തുമ്പോൾ വളരെ ഗൗരവം തന്നെയാണ്. ഈ ഹദീസിനെ രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായുള്ള കാര്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ മറ്റൊരാളെ അതിരുവിട്ട് പുകഴ്ത്തുകയാണെങ്കിൽ ആ പുകഴ്ത്തുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്കോ മുഖത്തേക്കോ മണ്ണ് വാരി എറിയുവാനുള്ള അനുവാദമല്ല ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്, മറിച്ച് അയാളെ നിന്ദനാക്കി വിടുകയാണ് മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു ചെയ്തതിന്റെ സാരമെന്നും അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും, അഥവാ അയാളെ പരിഗണിക്കാതെ, ആ പുകഴ്ത്തുന്ന മനുഷ്യനെ പരിഗണിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ ആ വിഷയത്തിൽ നിന്ദനാക്കി വിടുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഇനിയും പുകഴ്ത്തുവാനുള്ള അവസരം അയാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്നും അയാളെ തടയുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വളരെ ശ്രദ്ധയോടെയായിരിക്കണം നാം കൈകാര്യം ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകളെ നമുക്ക് പുകഴ്ത്താം, അയാളിലുള്ള പോസിറ്റീവുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമേകുന്ന രീതിയിൽ അയാളെ ഇരുത്തി പുകഴ്ത്താം. പക്ഷേ അതിനെല്ലാം ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ അതിനൊന്നും യാതൊരു പരിധിയുമില്ലാതെ അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു വലിപ്പിച്ച് അതിലെന്തൊക്കെയോ സംഭവങ്ങളാക്കി അത് കേൾക്കുന്നവനും അത് പുകഴ്ത്തപ്പെടുന്നവനുമെല്ലാം പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ പരിധി വെട്ടിക്കൊണ്ട് പുകഴ്ത്തുക എന്നത് ഒരിക്കലും തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ വിഷയം അത്തരത്തിൽ തന്നെ നാം മനസ്സിലാക്കുക. ഏതൊരു കാര്യമാണെങ്കിലും പരിധി വിടുമ്പോൾ അതിന്റെ സ്വഭാവം മാറും എന്ന ഏറ്റവും അടിസ്ഥാന തത്വം നമ്മുടെ മനസ്സിൽ നാം അടിയുറപ്പിക്കുക. അത്തരത്തിൽ ഇസ്ലാമിന്റെ മൂല്യവത്തായ വശങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ മര്യാദകൾ ഉൾക്കൊള്ളുവാനും അപ്രകാരം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനീ കാര്യങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.